ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ആരോപണം ഉന്നയിച്ചവരെ നേരിൽ കണ്ട് വിവരം ആരായാൻ സർക്കാർ. ആരോപണം ഉന്നയിച്ച ചലച്ചിത്ര പ്രവർത്തകരെ വനിതാ ശിശുക്ഷേമ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ നേരിൽ കാണുമെന്നറിയുന്നു. രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ച പശ്ചിമ ബംഗാളിലെ നടിയെയും ഉടൻ ബന്ധപ്പെടുമെന്നാണ് മനസ്സിലാവുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്നും തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, പറയൂ. വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരമാണ് അടിയന്തരമായ ഒരു നടപടിയിലേക്ക് SKN സർക്കാർ കടന്നിരിക്കുന്നത്. ഈ വനിതാ ശിശുക്ഷേമ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരോട് ഉടൻ തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് ഈ ആരോപണം ഉന്നയിച്ച ഇന്നലെ 24-ലടക്കം ആരോപണം ഉന്നയിച്ച രേവതി സമ്പത്ത്, സോണിയ മൽഹാർ അടക്കമുള്ള ആളുകളുടെ മൊഴി ഇന്ന് തന്നെ അവരുടെ നേരിൽ കണ്ട് വിവരങ്ങൾ ആരായാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് ഉദ്യോഗസ്ഥ സംഘത്തെ ഇതിനകം തന്നെ സർക്കാർ ചുമതലപ്പെടുത്തി കഴിഞ്ഞു. അവർ ഇന്ന് തന്നെ ഈ നടിമാരെ ബന്ധപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ തന്നെ ഈ പറയുന്ന പശ്ചിമ ബംഗാളി നടിയെ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അവരെ ഫോണിൽ ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അവരുമായി ബന്ധപ്പെട്ട് ഡൽഹി കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം, അവരെ നേരിൽ കാണാനുള്ള ഒരു അന്വേഷണം നടത്തുന്നുണ്ട് എന്നും മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ നിയമപരമായ മുഴുവൻ കാര്യങ്ങളും ആവശ്യമെങ്കിൽ അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാനാണ് വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ ഇവരെ എല്ലാവരെയും തന്നെ നേരിൽ കാണും. പരാതി നൽകാൻ ഇവർ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ കൃത്യമായ രീതിയിൽ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ പിന്തുണ അവർക്കുണ്ടാകുമെന്നും അവരുടെ ഓഫീസ് അറിയിക്കുന്നുണ്ട്. SKN. ശ്രീജിത്ത്, ഈ മന്ത്രി വീണ ജോർജ് ഈ കാര്യം സ്ഥിരീകരിച്ചോ? തീർച്ചയായും മന്ത്രി വീണ ജോർജ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവർ കൃത്യമായ രീതിയിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പരാതി ഇത്തരത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഇതുമായി ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് ഉള്ള പരാതികൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായ രീതിയിൽ പരിശോധിക്കും. ആരോപണ വിധേയരായ ആളുകൾക്കെതിരെ കൃത്യമായി പരാതി നൽകാൻ അവർ തയ്യാറാണെങ്കിൽ ഇപ്പോൾ തന്നെ വേണമെങ്കിൽ കേസെടുക്കാമെന്നാണ് വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയുടെ അടക്കമുള്ള ആളുകളുടെ നിലപാടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ നിയമപരമായ എല്ലാവിധ സാധ്യതകളും അവരുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് അവർക്ക് പൂർണ്ണ പിന്തുണ, അതായത് വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ പൂർണ്ണ പിന്തുണ അവർക്കുണ്ടാകുമെന്ന് തന്നെയാണ് വീണ ജോർജ് മന്ത്രി അടക്കമുള്ള ആളുകൾ അറിയിക്കുന്നത്. ഒരു ഘട്ടത്തിൽ പോലും വേട്ടക്കാർക്കൊപ്പമല്ല എന്നും വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അതുപോലെ തന്നെ അവരും അറിയിക്കുന്നുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് പത്തനംതിട്ട വിവരങ്ങളുമായി ചേർന്നത്. എന്തായാലും ഈ പരാതികളിൽ കേസെടുക്കാനുള്ള നീക്കം പോലും ആലോചിക്കുമെന്ന രീതിയിൽ മന്ത്രി വീണ ജോർജ് പറഞ്ഞു എന്ന രീതിയിലാണ് നമ്മുടെ പ്രതിനിധി അറിയിക്കുന്നത്. നമുക്ക് മന്ത്രി വീണ ജോർജുമായി ബന്ധപ്പെടാൻ കഴിയുമെന്നാണ് നമ്മുടെ വിശ്വാസം. ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പരാതി പറഞ്ഞ എല്ലാവരുമായും സർക്കാർ പരാതികൾ അന്വേഷിക്കുമെന്നാണ് മന്ത്രി വീണ ജോർജ് അറിയിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആരോപണം ഉന്നയിച്ച ആളുകളെ ഒരു ഉദ്യോഗസ്ഥ വൃന്ദം നേരിൽ കാണുമെന്നും നമ്മളെ അറിയിച്ചിരിക്കുന്നു.